ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പം ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാണ് മക്കളെ. വേറൊന്നല്ല, എപ്പോഴും കുക്കറിലും അതേപോലെ തന്നെ പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അങ്ങനെയൊക്കെ ആണല്ലോ തിളപ്പിച്ച് കാണ്ടൊക്കെയാണ് മുട്ട വേവിക്കൽ. ഇന്ന് ഞാനൊന്ന് പുട്ടും കുറ്റിയിലിട്ട് കാണ്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോവുക. എന്നുവെച്ചാൽ ആവി വരുത്തിച്ച് കാണ്ട് നോക്കട്ടെ നമ്മളെ മുട്ട പുഴുങ്ങ നല്ലോണം വെന്ത് വരുമെന്ന്. അപ്പോൾ അത് പുഴുങ്ങിയ മുട്ട ഒന്നല്ല കേട്ടോ, നിങ്ങളെ പറ്റിക്കൊന്നല്ല, നല്ല പച്ച മുട്ട തന്നെയാണ്. പിന്നെ മെല്ലേനെ ഇട്ടെടുക്കണം, ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഇതേപോലെ 2 മുട്ടയും ഉള്ളിലേക്ക് മെല്ലേനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം എൻ്റെ ഒരു കോലൊക്കെ ഉണ്ടേനി, അതിനെ കൊണ്ടൊന്ന് വലിയ തള്ളി വിട്ട് ഞാൻ. പിന്നെ അടിയിലെ നമ്മളെ ആ ഇതുണ്ടല്ലോ, എന്താ പറയുക, ചില്ല്, ആ ചില്ലൊക്കെ റെഡിയായി നിൽക്കണമെന്നൊക്കെ, അല്ലെങ്കിൽ പിന്നെ അത് തൂക്കിലേക്ക് വീണ് പൊട്ടി കുളമാവും. അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ നല്ല മര്യാദയ്ക്ക് ഇട്ടിക്കണ്, തൂക്കിൽ വെള്ളം എടുത്തുക്കണ് ആദ്യം തന്നെ. എന്നിട്ട് ഇതേപോലെയൊക്കെ വെച്ച് മുകളിൽ മറ്റേ ആ സ്റ്റീം വരുന്ന അവിടെ ആ മൂടിയും വെച്ച് ഞാൻ ഗ്യാസ് കത്തിച്ച് ഇതാ വെച്ച് കൊടുക്കാം കേട്ടോ. അത് വെച്ച് കൊടുത്ത് ഞാൻ കുറച്ച് നേരം കൊലായ്മ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കോഴിമുട്ട പുട്ടുകുറ്റിയിലൊക്കെ ഇട്ട് വന്നതാട്ടോ. ഞാനൊരു പരീക്ഷണം നടത്തി വെക്കട്ടെ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ കോഴിമുട്ട കുക്കറിലൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് കോഴിയൊക്കെ എന്തായി കേട്ടോ. അങ്ങനെ ഞാൻ മക്കളെ വന്ന് നോക്കിയപ്പോൾ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് നേരം വെള്ളമൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലത്തെ മൂടിയൊക്കെ പോക്കി എടുത്തുക്കണ്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല, 10 മിനിറ്റിൻ്റെ അടുത്ത് നല്ല ആവി വന്നാൽ മതി. നല്ലപോലെ നമ്മൾ കുട്ടീൻ്റെ ആവി വരുന്ന മാതിരി ആവി വന്ന് വെള്ളത്തിലെടുത്തിട്ട്, നല്ല ചൂടുണ്ട് വെള്ളം. അപ്പോൾ ഞാൻ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്നുകൂടി മാറ്റി കൊടുത്തുകൊണ്ട് മുട്ട ഒന്ന് തണുപ്പിച്ചെടുക്കണമല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, എന്തായാലും നോക്കട്ടെ കേട്ടോ, തൊലിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ. എന്താ തൊലിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഓരോ തൊലി പൊളിയുന്നതിനനുസരിച്ച് നമുക്ക് ആ ഉള്ളിലുള്ള അത് മനസ്സിലാവുമല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ വിട്ടോ, ഞാൻ ആ പുട്ടും തൂക്കിലില്ലേ തൊലി വേഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടുമല്ലോ വെള്ളത്തിൽ, അതിന് മതിൽ ഞാൻ പുട്ടും തൂക്കിൽ കുറച്ച് വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിക്കണം കേട്ടോ. ഞാനിത് കുട്ടിയൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ, ഓരോ അഭിപ്രായം കൂടി നമുക്കൊന്ന് അറിയാമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണേ. ഇങ്ങനെ പുഞ്ഞി കൊണ്ട മുട്ട, അങ്ങനെ ആവിയിൽ പുഞ്ഞ മുട്ട, ആവിയിലോ പുട്ടും കുറ്റിയില് വെള്ളം തിന്നിട്ടായില്ല. ഒന്നോക്കിയാ അപ്പി വഴി ഇത് ഒന്നോക്കിയ എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സാധാ മുട്ട പുഞ്ഞമായി തന്നെ ഉണ്ട്, സാധാരണ മുട്ട പിഞ്ഞമായി തന്നെ അല്ലേ, അല്ലാതെ എന്തെങ്കിലും ചോയ്ക്കളൊന്നും ഇല്ലല്ലോ, എന്താ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, ചോയ വ്യത്യാസം അങ്ങനൊന്നും ഇല്ലല്ലോ. ഞാൻ സാധാ മതിയാണോ? ഓക്കെ, സാധാ മതിയല്ലേ, അല്ലാതെ പുട്ടും കുറ്റിയിൽ പുട്ടുള്ള ആ ഒരു അങ്ങനൊന്നും ഇല്ലല്ലോ. ആവിയിലുള്ള ആവിന്റെ അതൊന്നും ഇല്ലല്ലോ, പുക ചോയ്ക്ക അങ്ങനൊന്നും ഇല്ലല്ലോ. ഓക്കെ. അങ്ങനെ ഞാൻ ജഡ്ജസിൻ്റെ അടുത്ത് കൊണ്ടുപോയി മുട്ട പുഴുങ്ങിയതൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഓരോ അഭിപ്രായമൊക്കെ ഒരു കുഴപ്പമില്ല, പുകയൊന്നും ചോദിക്കണില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കാം, നിങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു പുട്ടും കുറ്റിയിൽ 2 മുട്ട ഒന്നല്ല കേട്ടോ, ഒരു 4 5 ഒക്കെ ഇടാം. ഞാൻ എത്രയാണ് ഓരോ പുട്ടും കുറ്റീൻ്റെ അളവിനനുസരിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.